അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻതി ഉമ്മി കിനായത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത് അല്ലേ. തലാഖ് ഉണ്ടാക്കണം, ഈഖാഉ തലാഖ്, തലാഖിനെ സംഭവിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ പറഞ്ഞാൽ മാത്രം തലാഖാകുന്ന പദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽപ്പെട്ടതാണ് അൻതിക ഉമ്മി ഔ ബിൻതി ഔ ഉഖ്തി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ യാ ബിൻതി, മോളെ എന്ന് പറയാം. പക്ഷെ മോളെ എന്ന് പറയുമ്പോൾ ഭാര്യൻ്റെ പ്രായം മോളാകാൻ പറ്റണം. ലി മുംകിനത്തിൻ കൗനുഹ ബിൻതഹു, മകളാകാൻ സാധ്യമാകുന്ന സ്ത്രീയോട് പറയുമ്പോൾ. അതങ്ങനെ ബെഹ്തിമാലിസിൻ്റെ വയസ്സിൻ്റെ സാധ്യത കൊണ്ട്. വൈകാനത്ത് മാലൂമത്തൻ നസ്ബിഹ്, ഇനി അത് അവളുടെ കുടുംബം അറിയപ്പെട്ടതാണ്, പിതൃത്വം അറിയപ്പെട്ടതാണ്, എന്നാൽ പോലും വേറാളെ മകളാണ് എന്നറിയപ്പെട്ടതാണ്, എന്നാൽ പോലും ബിൻതി, യാ ബിൻതി എന്ന് പറഞ്ഞാൽ തലാഖ് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ തലാഖ് സംഭവിക്കും. മറ്റൊന്ന് ആത്തഖ്തുക്കി, ഞാൻ നിന്നെ ഇതൊക്കെ ചൊല്ലിയിരിക്കുന്നു. തറക്തുക്കി, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. വഖതഅതു നിക്കാഹക്കി, എൻ്റെ നിക്കാഹ് ഞാൻ മുറിച്ചിരിക്കുന്നു. വ അസൽതുക്കി വ അഹലൽതുക്കി, ഞാൻ നിന്നെ നീക്കിയിരിക്കുന്നു, ഞാൻ നിന്നെ ഹലാലാക്കിയിരിക്കുന്നു. അതിൽ അസ്വാജി, മറ്റു ഭർത്താക്കന്മാർക്ക്. വ അശ്റക്തുക്കി മഅ ഫുലാനത്ത്, ഇന്ന സ്ത്രീയോടൊപ്പം നിന്നെയും ഞാൻ പങ്കു ചേർത്തിരിക്കുന്നു എന്ന് പറയാം. അന്ന സ്ത്രീ ഏതാണ്? വഖദ് തുല്ലിഖത്ത് മിൻഹു ഓ മിൻ ഗൈരിഹി, അവൾ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയാണ്. അയാളോ മറ്റൊരാളോ തലാഖ് ചൊല്ലിയ സ്ത്രീയോട് ചേർത്തുകൊണ്ട് ഞാൻ അവളോടൊപ്പം നിന്നെയും പങ്കു ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും തലാഖാണ്. മറ്റൊന്ന് തസബ്ബജി, നീ പോയി വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? തലാഖാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ തലഖ്തുക്കി വഅൻതി ഹലാലുൽ ഗൈരി, ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്, നീ മറ്റുള്ളവർക്ക് ഹലാലാണ് എന്നായിരിക്കുമല്ലോ. ബിഖിലാഫി ഖൗലിഹി ലിൽ വലിയ്യി, വലിയിനോട് പറഞ്ഞാൽ ഇപ്രകാരമല്ല. സബ്ബിജ്ഹ, നിങ്ങൾ അയാളെ കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞു ഫഇന്നഹു സരീഹുൻ, അത് തലാഖിൻ്റെ വ്യക്തമായ പദമാണ്. അതായത് കെട്ടിക്കുക എന്ന് പറയും, അവളെ കെട്ടിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് ഇഖ്റാറാണ്. അപ്പോൾ യഅ്തദ്ദി, നീ ഇരിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? തലാഖ് ഉദ്ദേശിച്ചാൽ അതിൻ്റെ അർത്ഥം ലിഅന്നീ തലഖ്തുക്കി, ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ വദ്ദിഈനി, നീ എന്നോട് യാത്ര പറയുക എന്നതും അങ്ങനെയാണ്. മിനൽ വദാ എന്ന് പറഞ്ഞാൽ യാത്ര പറയാമെന്നല്ലേ, ഹജ്ജത്തുൽ വദാ. അതിൻ്റെ അർത്ഥം എന്താ? ലിഅന്നീ തലഖ്തുക്കി എന്നാണ്. മറ്റൊന്ന് ഖുദീ തലാഖക്കി വലാ ഹാജത്തി ലീ ഫീക്കി, നീ നിൻ്റെ തലാഖ് പിടിച്ചോ, എനിക്ക് നിന്നെ ആവശ്യമില്ല. അവിടെ തലാഖ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ലിഅന്നീ തലഖ്തുക്കി വസസ്തി സൗജത്തി, ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്, നീ എൻ്റെ ഭാര്യയല്ല എന്നല്ലേ. ഇത് പറയുന്നത് ഇല്ലം യഖഅ ഫീ ജവാബി ദഅവ, ഒരു വാദത്തിൻ്റെ മറുപടിയിലല്ലെങ്കിലാണ്. ഒരു വാദത്തിൻ്റെ മറുപടിയിലാണ് എങ്കിൽ ഫഇഖ്റാറുൻ, അത് ഇഖ്റാറാണ്. ലാ ഹാജത ലീ ഫീക്കി, അത് ഇഖ്റാറാണ്. തലാഖ് നേരത്തെ ചൊല്ലിയിട്ടുണ്ട് എന്ന് സമ്മതിച്ച് പറയലാണ്. നീ എൻ്റെ ഭാര്യയല്ല എന്നൊരു വാദത്തിന് മറുപടിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ ഞാൻ തലാഖ് ചൊല്ലിയെന്നല്ലേ. ലസ്തി സൗജത്തി, നീ എൻ്റെ ഭാര്യയല്ല എന്നത് ത്വലാഖിനെ ഉണ്ടാക്കാനുള്ള പദം ആകാം, അപ്പോൾ ഇഖ്റാറല്ല. ഇനി നേരത്തെ ത്വലാഖ് ചൊല്ലിയോ അല്ലേ എന്നുള്ള ഒരു വാദത്തിലാണ് പറഞ്ഞെങ്കിൽ നീ എൻ്റെ ഭാര്യയല്ലല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഇഖ്റാറും, നേരത്തെ തലാഖ് ചൊല്ലിയാണെങ്കിൽ. മറ്റൊന്ന് ദഹബ തലാഖുക്കി, നിൻ്റെ തലാഖ് പോയിട്ടുണ്ട്.
ഔ സഖത്ത തലാഖുകി, അല്ലെങ്കിൽ നിൻ്റെ തലാഖ് വീണിട്ടുണ്ട്, ഇൻ ഫഅൽതി കഥ, ഞാൻ ഇന്ന കാര്യം ചെയ്താൽ. മറ്റൊന്ന് തലാഖുക്കി വാഹിദുൻ, നിൻ്റെ തലാഖ് ഒന്നാണ്, വസിൻതാനി രണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഫൈൻ ഖസദ ബിഹി അൽ ഇഖാ, തലാഖിനെ സംഭവിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ വഖഅ സംഭവിക്കും, വഇല്ലാ ഫല. മറ്റൊന്ന് വകുല്ലുക്കി അത്വലാഖ്, നീ മുഴുവനും തലാഖാണ്. ഔ തൽഖത്തുൻ, അല്ലെങ്കിൽ കുല്ലുക്കി തൽഖത്തുൻ എന്ന് പറഞ്ഞു. വകദ സലാമുൻ അലൈക്ക് എന്നതൊക്കെ. പക്ഷേ ഇത് ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ല പറഞ്ഞത് പ്രകാരമാണ്. വനഖലഹു ശൈഖുനാ ഫി ശറഹിൽ മിൻഹാജ്. കുല്ലുക്കി ത്വലാഖ്, നീ മുഴുവൻ തലാഖാണ്, അല്ലെങ്കിൽ കുല്ലുക്കി ത്വൽഖത്തുൻ, നീ ഒരു തലാഖാണ്, അങ്ങനെയൊക്കെ പറയാം. സലാമുൻ അലൈക്കി എന്നതും അതിൽ പെട്ടതാണെന്നാണ് ഇബ്നു സലാഹ് റഹിമഹുല്ലയുടെ അഭിപ്രായം. ലാ മിൻഹ, അപ്പോൾ കിനായത്തിൻ്റെ പദങ്ങൾ കുറേ പറഞ്ഞു. ഇനി കിനായത്തിൻ്റെ പദവുമല്ലാത്ത, പറഞ്ഞാലും തലാഖ് സംഭവിക്കാത്ത പദങ്ങളാണ്. തലാഖിൽപ്പെട്ടതല്ല. ലി തലാഖി ഐബുൻ ഔ നഖ്സുൻ, ഇന്നിൻ്റെ തലാഖിന് കുറവുണ്ട്, ന്യൂനതയുണ്ട് എന്ന വാക്ക്. മറ്റൊന്ന് ലാ ഖുൽതു അഅതൈതു കലിമത്തിക്ക്, ഞാൻ നിൻ്റെ മൊഴി ചൊല്ലിയിരിക്കുന്നു, ഞാൻ നിൻ്റെ മൊഴി തന്നിരിക്കുന്നു. ഇതും തലാഖിൻ്റെ വാചകമല്ല. മൊഴി ചൊല്ലി എന്നുള്ളത് തലാഖിൻ്റെ വാചകമല്ല. ഞാൻ എൻ്റെ ഭാര്യനെ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞാൽ തലാഖ് സംഭവിക്കില്ല. ഔ ഹുക്കുമുക്കി, അല്ലെങ്കിൽ നിൻ്റെ വിധി ഞാൻ തന്നിരിക്കുന്നു, നിൻ്റെ വിധി ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ വിധി മൊഴിഞ്ഞിരിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ ഫലാ യഖഉ ബിഹി തലാഖു വഇൻ നവാബിഹി അൽ മുതലഫിളു അത്വലാഖ, അത് ഉച്ചരിച്ചവൻ ത്വലാഖിനെ കരുതിയാൽ പോലും തലാഖല്ല. യന്നഹ ലൈസത്ത് മിനൽ കിനായാത്ത്, കാരണം അത് കിനായാത്തുകളിൽപ്പെട്ടതല്ല. അതായത് അല്ലത്തി തഹ്തമിൽ ത്വലാഖ, തലാഖിനും കൂടെ സാധ്യമാകുന്ന കിനായത്തിൻ്റെ പദങ്ങളിൽപ്പെട്ടതല്ല. അങ്ങനെ പെടുത്തണമെങ്കിൽ ആ തഅസ്സുഫിൻ കുറച്ച് പ്രയാസപ്പെടണം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് പ്രചാരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാലോ, വല അസറ ലിസ്തിഹാരിഹ ഫി ത്വലാഖി ഫി ബഅദിൽ ഖുതുരി, ചില പ്രദേശങ്ങളിൽ അത് തലാഖിൻ്റെ വാചകങ്ങളായി പ്രസിദ്ധപ്പെട്ടിട്ടുണ്ട് എന്നതിന് പ്രസക്തിയില്ല, അതിന് ഫലമില്ല. കമാ അഫ്താബിഹി ജംഉ മുഹഖിഖി മശായിഖി അശ്വരിന, നമ്മുടെ കാലത്തെ ഒരുപാട് ഉസ്താദുമാരിൽ നിന്നുള്ള മുഹഖിഖുകൾ അപ്രകാരം ഫത്വ നൽകിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറയുന്നു, വലൗ നതഖ ബിലഫ്ളി മിൻ ഹാദിഹിൽ അൽഫാദി, ഈ പദങ്ങൾ ആരെങ്കിലും മൊഴിഞ്ഞു. ഏത് പദം? അൽ മുൽഗാത്തി, അർത്ഥശൂന്യമായ അഥവാ തലാഖിനൊന്നും ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത ഈ പദങ്ങൾ മൊഴിഞ്ഞു. ഇന്ദ ഇറാദത്തിൽ ഫിറാഖി, സ്ത്രീയെ പിരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പരിഗണിക്കപ്പെടാത്ത മുൽഗാത്തായ, സ്ത്രീയെ പിരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ, ഭാര്യയെ പിരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പരിഗണിക്കപ്പെടുന്ന പദങ്ങളുണ്ടല്ലോ, മുൽഗാത്ത്, പരിഗണിക്കപ്പെടാത്ത ഈ പദങ്ങൾ ആരെങ്കിലും ഒഴിഞ്ഞു. അതായത് ഞാൻ നിന്നെ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ അയാളോട് പറഞ്ഞു, മുസ്തഖ്ബിറൻ, വിവരം അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ്റെ ഭാര്യ തലാഖിൽ ചോദിച്ചു. ഞാൻ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ ഭാര്യയെ തലാഖ് ചൊല്ലിയോ എന്ന് ചോദിച്ചു. മുസ്തഖ്ബിറൻ, വിവരം അറിയാൻ വേണ്ടി. അതേന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞ് ഏതടിസ്ഥാനത്തിലാണ്? ലാനൻ ബുക്വാൻ തലാഖി ബിൽ അവലി, ആ ഒന്നാമത്തെ പദം കൊണ്ട്, ഉദാഹരണത്തിന് മൊഴി ചൊല്ലി എന്നതുകൊണ്ട് തലാഖ് സംഭവിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ അതേ എന്ന് പറഞ്ഞാലും ലമ്യക്ക് തലാഖ് സംഭവിക്കൂല. ഇപ്പോൾ കമാഫ്താവീഷ്, ഇപ്പോൾ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞാൽ തലാഖ് സംഭവിക്കൂല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരാൾ ഭാര്യനെ മൊഴി ചൊല്ലിയിട്ടുണ്ട് എന്ന് പ്രസിദ്ധമായി. അപ്പോൾ നിങ്ങൾ അയാളോട് ചോദിക്കുകയാണ് പോയിട്ട്, അല്ലടോ നീ നിൻ്റെ ഭാര്യയെ മൊഴിയല്ലയോ തലാഖില്ലേ ചോദിച്ചു. ഞാൻ തലാഖില്ലേ എന്ന് പറഞ്ഞു. ഇയാളെന്താ വിചാരിച്ചത്? ആ വാക്ക് പൊഴിഞ്ഞാൽ, മൊഴി ചൊല്ലി എന്ന് പറഞ്ഞാൽ തലാഖ് സംഭവിക്കുമെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് അതുകൊണ്ട് തലാഖ് സംഭവിക്കാത്ത പദമാണ് എന്ന്.
അതുകൊണ്ട് ഇനി രണ്ടാമത് അയാൾ ഞാൻ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് തലാഖ് സംഭവിക്കുന്നതല്ല. കാരണം നേരത്തെയുള്ള ഒരു ധാരണയിലുള്ള പ്രശ്നമാണത്. കമാഫ്ത ബിഹി ഷെയ്ഖുന. وسئل البلقيني عما لو قال لها أنت علي حرام وظن أنها طلقت به ثلاثا فقال لها أنت طالق ثلاثا ظانا وقوع الثلاث بالعبارة الأولى فحسب أنه لا يبقى عليه طلاق بما أخبر به ثانيا على الظن المذكور انتهى. സമാനമായൊരു മസലയാണ്. ഒരാൾ ഭാര്യനോട് പറഞ്ഞ അന്തി അലയ്യ ഹറാമൻ, ഇത് 3 തലാഖിൻ്റെയും വാചകമാണെന്നാണ് അയാൾ വിചാരിച്ചത്. 3 തലാഖും ചെല്ലാനുള്ള വാക്കാണ്, നീ എനിക്ക് ഹറാമാണ് എന്നാണ് അയാൾ വിചാരിച്ചത്. അങ്ങനെ അയാളോട് ആരോ ചോദിച്ചു, അല്ല നീ നിൻ്റെ ഭാര്യനെ 3 തലാഖും ചൊല്ലി ചോദിച്ചു. ഞാൻ 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞു. അവിടെ 3 തലാഖ് എന്താവില്ല, സംഭവിക്കൂല എന്നാണ്. 3 തലാഖും സംഭവിക്കും. ബുൽഖീനിമ പറഞ്ഞല്ലോ കാലഹ അന്തി അലൈ ഹറാമൻ എന്ന് പറഞ്ഞു. വല്ലന്നെ അയാൾ വിചാരിച്ചത് അന്നഹ തലഖത്ത് ബിഹി സലാസൻ, 3 തലാഖായിട്ടുണ്ട് എന്നുള്ളതാണ്. ഫഖാലഹ, അപ്പോൾ അയാൾ അവളോട് പറഞ്ഞു, വേറെ ആൾ പറഞ്ഞല്ല, ഇയാൾ എന്ത് പറഞ്ഞു, ഒരിക്കൽ പെണ്ണിനോട് പറഞ്ഞു, നേരത്തെ ഒരു വിവരം എന്ന അടിസ്ഥാനത്തിൽ അന്തി താലിഖൻ സലാസൻ, ഈ 3 തലാഖ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ലാനൻ ബുക്വ സലാസി, 3 സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട്, ബിലിബാറത്തിൽ ഒരു ആദ്യത്തെ വാചകം കൊണ്ട്, അന്ത്യാലയാറാമൻ എന്നതുകൊണ്ട്. ഈ വിഷയത്തെ തൊട്ട് ബുൽഖീനി ഇമാമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഅജാബ, മറുപടി പറഞ്ഞു, ബിഅന്നഹു ലാ യഖഅ അലൈഹി തലാഖുൻ ബിമാ അഖ്ബറ ബിഹി സാനിയൻ, രണ്ടാമത് പറഞ്ഞ വർത്താനം കൊണ്ട് തലാഖ് സംഭവിക്കൂല. രണ്ടാമത് പറഞ്ഞ വർത്താനം അല്ല ദന്നിൽ മദ്കൂരി, മുകളിൽ പറയപ്പെട്ട ധാരണ പ്രകാരമാണല്ലോ എന്ന്. യജൂസു ലിമൻ ദന്ന സിദ്ഖഹു, അയാളാ പറയുന്നത് സത്യമാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് അനുവദനീയമാണ് അല്ലാ യഷ്ഹദ അലൈഹി, തലാഖ് സംഭവിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കാതിരിക്കൽ ജായിസാണ്. തലാഖ് സംഭവിച്ചു എന്ന് അയാൾക്കെതിരെ സാക്ഷ്യം പറയാതിരിക്കൽ ജായിസാണ്. കാരണം അയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അല്ല, അയാളാ പറഞ്ഞത് സത്യം അല്ലാന്ന് തോന്നുന്ന ആൾക്ക് എന്ത് ചെയ്യുക, കോടതിയിൽ വേണമെങ്കിൽ ഇയാൾ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് കോടതിക്ക് സാക്ഷ്യം പറയുകയും ചെയ്യാം. ഇനി എഴുത്തുമായി ബന്ധപ്പെട്ട കുറച്ച് മസലുണ്ട്. തലാഖ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട്, എഴുത്ത് കിനായത്താണെന്നാണ് പറയുക, സ്വരീഹല്ല. ഞാൻ തലാഖ് ചൊല്ലി എന്ന് എഴുതിയാൽ എന്താവില്ല, തലാഖ് സംഭവിക്കുന്നില്ല. നിയ്യത്ത് വേണം. ആ നിയ്യത്ത് എപ്പോഴാണ് വേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു ചർച്ചയും കൂടെ ഉണ്ട്. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين. اللهم اجعلنا من عباد الله الصالحين. اللهم اجمعنا في جنة الفردوس. السلام عليكم ورحمة الله وبركاته.